ഹലോ. അപ്പോൾ തിരുവോണ ദിവസമായിട്ട് ഇന്നിപ്പോൾ ദേ അർപ്പിതക്കുട്ടി എന്നും ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം അവൾ നേരത്തെ എണീക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ദേ ഉറങ്ങുന്നേ ഉള്ളൂ. സമയം 6:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓണസദ്യയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അങ്ങനെ അർപ്പിതക്കുട്ടിയെ ഞാൻ എടുത്ത് താഴെ കൊണ്ടുവന്ന് കിടത്തി. മുകളിൽ കിടന്ന് അഥവാ ഉണരുവാണെങ്കിൽ അറിയത്തില്ല. അതുകൊണ്ട് താഴെ കൊണ്ടുവന്ന് കിടത്തി. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പൂവെല്ലാം ഇന്നലെ അത്തപ്പൂ ഇടണം എന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് കേട്ടോ ചേട്ടൻ പൂ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പൂവ് മേടിച്ച സമയത്ത് ലാസ്റ്റ് സമയമായതുകൊണ്ടായിരിക്കും ബന്ദിപ്പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓറഞ്ചും യെല്ലോയും. അപ്പോൾ അത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പേരിന് വേണ്ടി ഒരു റോസയും വേറെ ഒന്ന് രണ്ട് പൂക്കളും കൂടെ എല്ലാം ഓരോന്ന് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ കലാപരമായിട്ടുള്ള രീതിയിൽ ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ രണ്ട് കളറിലുള്ള പൂ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ അച്ഛൻ ഇന്നലെ തന്നെ കുറേ ചെമ്പരത്തി പൂവിൻ്റെ മുട്ട് പിച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ അത് ഒരുപാട് വലുതാവാണ്ട് ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ എടുത്ത് വെച്ചപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഓരോ പൂ വെച്ചിട്ടാണ് ഞാൻ അത്തത്തിൻ്റെ നടുക്ക് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അച്ഛൻ ഇവിടുന്ന് അത്തപ്പൂ എന്ന് പറഞ്ഞിട്ട് ഒരു വയലറ്റ് കളറിൽ പൂ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതും ഇന്നലെ പിച്ചി വെച്ചതുകൊണ്ട് അത് അധികം വിരിഞ്ഞിട്ടില്ല. അങ്ങനെ ആ മുട്ടാണ് ഞാൻ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ 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 വെച്ചേക്കണം കേട്ടോ. അങ്ങനെ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്നും ഞാൻ ഓരോ ചന്ദനത്തിരി എടുത്ത് കൊളുത്തി അത്തത്തിൻ്റെ നടുക്ക് വെക്കാറുണ്ട്. രാവിലെ ഇങ്ങനെ മുറ്റത്തൊരു അത്തവും എന്താണ് നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അത്തം ഇടുന്ന സമയത്ത് അത്തം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചന്ദനത്തിരി എടുത്ത് കൊളുത്തി അത്തത്തിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അതിന് ശേഷം ഞങ്ങൾ റെഡിയാവാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും ചേട്ടനും ഒക്കെ കൂടെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ നേരത്തെ പോയി കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അത് ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോണ വഴിക്ക് തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കയറാനുണ്ട്. അപ്പോൾ ദേ ഇവിടെ പരിപ്പും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം ആയി കേട്ടോ. ലാസ്റ്റാണ് പരിപ്പിൻ്റെ കാര്യം നോക്കിയത്. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ കുളിക്കാനായിട്ട് പോയി. ഞാൻ അർപ്പിതക്കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. അവൾ ഉണർന്ന് കഴിയുമ്പോൾ പിന്നെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കാമല്ലോ. എനിക്കിനി കുളിക്കണ്ട, ഞാൻ രാവിലെ എണീറ്റ ഉടനെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിക്കൊണ്ടൊക്കെ നിന്ന സമയത്ത് ദേ നമ്മുടെ ദേ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ അവളെയും കൂടെ ഇങ്ങനെ മുകളിൽ എടുത്തിട്ട് വന്നു. അപ്പോൾ അർപ്പിതക്കുട്ടിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നത്, അതും കാലിൽ കേട്ടോ. കയ്യിലൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ നെയിൽ പോളിഷ് ഇവർക്കൊക്കെ ഇട്ട് കൊടുക്കാമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ കാലിലും മമ്മിയുടെ കാലിലൊക്കെ ഇങ്ങനെ നെയിൽ പോളിഷ് ഉള്ളത് കാണുമ്പോൾ അവൾക്കും വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ വേഗം അവളെയും കുളിപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അർപ്പിതക്കുട്ടി ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റാ പേജായിട്ടുള്ള സിമ്പിൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് മേടിച്ചതാണ്. മോളുടെ വയസ്സ് പറഞ്ഞ് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. കറക്റ്റ് സൈസിലുള്ളതായിരുന്നു. കുറച്ച് വലുതാണ് കേട്ടോ. കുറച്ചുകൂടെ ആകുമ്പോഴും ഇടാൻ പാകത്തിനുള്ളത്. പക്ഷേ ഇപ്പോൾ ഇട്ടാലും കറക്റ്റ് സൈസിൽ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ സിമ്പിൾ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഇത്. ഇത് അർപ്പിതക്കുട്ടിക്ക് ഓണത്തിന് വേണ്ടിയിട്ട് തന്നെ മേടിച്ചതാണ് കേട്ടോ. ഓണത്തിന് അവൾ എന്തായാലും രാവിലെ അമ്പലത്തിൽ പോകുമല്ലോ, അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സാണ്. നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അർപ്പിതക്കുട്ടിയുടെ തലയിൽ വെച്ചേക്കണ ജാസ്മിൻ്റെ ക്ലിപ്പ് നമ്മുടെ ഇൻസ്റ്റാ പേജായ റോസ് പെറ്റൽസ് ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് മേടിച്ചതാണ്. ഒരുപാട് അടിപൊളി കളക്ഷൻസ് അവരുടെ അവൈലബിൾ ആണ്. ആ ഒരു പേജും കൂടെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാനും അർപ്പിതക്കുട്ടിയും ചേട്ടനും അമ്മയും കൂടി ഇതേ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ കയറാനുണ്ട്.
അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചേട്ടൻ്റെ മാമിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാമിയുടെ വീട്. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഓണം കാണാൻ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകുമ്പോഴാകുമ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനുശേഷം മാമിയുടെയൊക്കെ വീട്ടിൽ കയറിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടൻ്റെ വേറൊരു മാമൻ്റെ വീട്ടിൽ വന്നു. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. എല്ലായിടത്തും ഞാൻ സത്യത്തിൽ കയറിയപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. എല്ലായിടത്തും കയറി ഇറങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാനും ചേട്ടനും അർപ്പിത കുട്ടിയും കൂടെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ പിന്നീട് വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വീട്ടിൽ വന്നിട്ട് ബൈക്കിലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് കാറ് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബൈക്കിൽ ഇങ്ങോട്ട് ഇറങ്ങി. അർപ്പിതക്കുട്ടിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും വീട്. ഇവിടെ ഇപ്പോൾ കുഞ്ഞിയുണ്ട്, അപ്പൂപ്പൻ്റെ മോള് കുഞ്ഞിയും കുഞ്ഞിയുടെ മോളും ആണ് ഈ നിൽക്കുന്ന നവമിക്കുട്ടി. നവമിയും വിശിഷ്ടയൊക്കെ കണ്ടാൽ പിന്നെ അർപ്പിതക്കുട്ടിക്ക് വേറെ ആരും വേണ്ട കളിക്കാനായിട്ട്. ഇവർ രണ്ടുപേരുടെ കൂടെ അങ്ങ് നടന്നോളും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന സമയത്ത് അതുലിൻ്റെ കുറേ ഫ്രണ്ട്സുമായിട്ട് ഫോട്ടോ കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർപ്പിതക്കുട്ടിയുടെ കൂടെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. ആള് എന്തൊക്കെ കാണിച്ചിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മേടെയും കൂടെ വീട്ടിലേക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാനും അഖിലും അർപ്പിതക്കുട്ടിയും ചേട്ടനും കൂടെ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ അമ്മയും അച്ഛനും വരണം, ഒരുമിച്ച് ഫുഡ് കഴിക്കണം. അതാണ് ഇനി നെക്സ്റ്റ് പരിപാടി. ഇനിയിപ്പോൾ വൈകിട്ടൊന്ന് വീട്ടിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചെറുതായിട്ടൊരു തൊണ്ടവേദനയൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പനി വരുന്നതിന് മുന്നെയാണ് എനിക്ക് തൊണ്ടവേദന ഉണ്ടാവുന്നത്. പനി വരാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ പനി വരാനും വേണ്ടിയിട്ടുള്ള ഒരു കാരണങ്ങളും ഇല്ല. പക്ഷേ പനി മിക്കവാറും വരാൻ സാധ്യതയുണ്ട്, കാരണം തൊണ്ടവേദന അതിന് മുന്നെയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. നാളെ ഇനിയിപ്പോൾ അവിട്ടം ദിവസമായിട്ട് ചേട്ടൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഓണം. പനിയാണെങ്കിൽ എനിക്ക് നാളത്തെ ഓണം കൂടാൻ പോകാൻ പറ്റില്ല. പനി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവും. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇലയിട്ട് കറികളൊക്കെ വിളമ്പി, സദ്യ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും വന്നിരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ അർപ്പിതക്കുട്ടിക്കാണ് കേട്ടോ ഈ സൈഡിൽ ഒരു കുഞ്ഞില ഇട്ടേക്കുന്നത്. ഇത് എൻ്റെ ഇലയാണ് കേട്ടോ. അർപ്പി, ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞേ. നമസ്കാരം.
ഹാപ്പി ഓണം ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം ഹാപ്പി ഓണം അർപ്പി പറയ് ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അറിയത്തില്ലടേ, അർപ്പിക്ക് അറിയത്തില്ല. മക്കള് ഹാപ്പി ഓണം പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തേ. ഹാപ്പി ഓണം. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പായസമൊക്കെ കഴിച്ച് അറിയാമല്ലോ, സദ്യ കഴിക്കുമ്പോൾ ഉള്ളൊരു മത്ത് പിടിക്കുമല്ലോ. ആ ഒരു മത്തിൽ കിടന്ന് ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അർപ്പിത കുട്ടിക്ക് എത്ര ഉറക്കിയിട്ടും അവൾ ഉറങ്ങുന്നില്ല. പിന്നെ അധികം അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ വൈകിട്ട് എന്തായാലും അതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അർപ്പിത കുട്ടി ഈ ഇട്ടേക്കുന്ന സ്കേർട്ടും ടോപ്പും പുതിയതാണ് കേട്ടോ, ഓണത്തിനിടാൻ തന്നെ മേടിച്ചതാണ്. ഇത് മാമൻ കൊണ്ടുവന്ന ഡ്രസ്സ് അന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോയില്ലേ, അങ്ങനെ കൊടുത്തിട്ട് മേടിച്ച ഡ്രസ്സാണിത്. അതിൻ്റെ സെയിം മോഡൽ കിട്ടിയില്ല, അങ്ങനെ വേറെ ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സ്ഥിരം ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബേക്കറിയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് വാവച്ചിട്ടയുടെ വീട്ടിലേക്കാണ്. വാവച്ചിട്ടയുടെ വീടും അറിയാമല്ലോ, നമ്മുടെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമേ വാവച്ചിട്ടയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അങ്ങനെ വാവച്ചിട്ടയുടെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ പിന്നെ അർപ്പിതക്കുട്ടിക്ക് വേറെ ആരും വേണ്ട, അവൻ്റെ കൂടെ അങ്ങ് നടപ്പുണ്ട്. ഇവിടെ വാവച്ചിട്ടയും ഉണ്ണിക്കുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ചിറ്റപ്പൻ ഉണ്ടായിരുന്നില്ല. ചിറ്റപ്പൻ കുറച്ച് കഴിഞ്ഞ് എത്തത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത ശേഷം താഴെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. താഴെ വീട്ടിൽ എനിക്ക് തോന്നുന്നു അമ്മച്ചി മാത്രമേ ഉള്ളൂ, മാമിയും കുഞ്ഞാറ്റയൊന്നും അവിടെ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ താഴെ വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ ഇപ്പോൾ മാമിയും കുഞ്ഞാറ്റയും ഇല്ല കേട്ടോ. മാമിയും കുഞ്ഞാറ്റയും ഓണ സദ്യയൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് മാമിയുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മച്ചി എനിക്കൊരു ചായ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ചായ ഇടാനായിട്ട് പോയി. അപ്പോൾ അർപ്പിതക്കുട്ടി ഇതേ കുഞ്ഞാറ്റയുടെ റൂമിലെല്ലാം കയറി ഇങ്ങനെ നോക്കുകയാണ്. അവളിവിടെ വന്നാൽ അവൾക്കറിയാം, വീടെല്ലാം കാണുമ്പോൾ അറിയാം ആരുടെ വീടാണെന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അപ്പയെ അന്വേഷിച്ചു. കുഞ്ഞാറ്റ ഇവിടെ ഇല്ലല്ലോ, അങ്ങനെ കുഞ്ഞാറ്റ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും പിന്നെ ഇവിടെ നിൽക്കാൻ വലിയ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ചേട്ടന് ചായ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മച്ചി നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുത്തു. അങ്ങനെ അർപ്പിതക്കുട്ടി അതെടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മച്ചിക്ക് ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അർപ്പിതക്കുട്ടിക്ക് അമ്മച്ചി കൈനീട്ടം കൊടുത്തതാണ്. നമ്മൾ ഓണത്തിന് എല്ലായിടത്തും ചെല്ലുമ്പോൾ കൈനീട്ടം കൊടുക്കത്തില്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ അർപ്പിതക്കുട്ടിക്ക് കൈനീട്ടം കൊടുക്കൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൈനീട്ടമൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ അതായത് സെപ്റ്റംബർ 14 പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇന്നലെ ഇപ്പോൾ വന്നില്ലല്ലോ ഞങ്ങൾ, അതുകൊണ്ട് അതിൻ്റെ കേക്ക് കട്ടിങ് ഇന്ന് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ താഴെ പോയിട്ട് വന്നപ്പോൾ വാവച്ചിട്ടയും ഉണ്ണിക്കുട്ടനും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ കേക്കും കൂടെ കട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അർപ്പിതക്കുട്ടി അതിന് മുന്നേ കേക്ക് കട്ട് ചെയ്യിക്കാൻ തുടങ്ങി കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനും അതിൻ്റെ ക്രീമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾ. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ ചെന്ന ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും വാവച്ചിട്ടയും ഉണ്ണിക്കുട്ടനൊക്കെ ഇറങ്ങാറായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഓണം വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ ഓണം സ്പെഷ്യൽ ഫോട്ടോസൊക്കെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ, അതും കൂടെ കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം സെലിബ്രേഷൻ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ആയിരുന്നോ, അല്ല ഇതുപോലെ കുട്ടി കുട്ടി ഓണം സെലിബ്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ഓണം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.